എല്ലാവർക്കും നമസ്കാരം. ലക്ഷ്മി നാരായണ ചക്രത്തിലൂടെ വളരെ കൃത്യമായി അറിയാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിത വഴിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ. അതുപ്രകാരം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ള ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കൈവരുന്നതാണ്. ആ രീതിയിലാണ് ഇവ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയാണിത് ഇത്ര കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ 2 ദേവതാ സ്വരൂപങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ ഒരു ദേവതയെ തിരഞ്ഞെടുത്ത ശേഷം ഒരു സംഖ്യ മനസ്സിൽ വിചാരിക്കുമ്പോൾ എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇഷ്ടദേവത വരും ദിവസങ്ങളിൽ എന്താണ് കരുതി വച്ചിരിക്കുന്നതെന്നും അത് നിങ്ങൾക്ക് പരിപൂർണമായി ലഭിക്കുമോ ഇല്ലയോ എന്ന് വ്യക്തമായി പറയാൻ സാധിക്കുന്നതാണ്. ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് 2024 അല്ലെങ്കിൽ 2025 26 ആയിക്കോട്ടെ. ഈ വീഡിയോയിൽ താഴേക്ക് പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ആധുനിക ന്യൂമറോളജിയും പുരാതന സംഖ്യാശാസ്ത്രവും ഉപയോഗിച്ച് കൃത്യമായി പറയാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം നിങ്ങൾ യോജിച്ചാൽ മതി. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീരെ യോജിക്കുന്നില്ല എന്ന് തന്നെ എഴുതാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് യോജിക്കാതിരിക്കാനാകില്ല. അതെന്തുകൊണ്ടെന്നാൽ ശാസ്ത്രത്തിന് പിഴവ് പറ്റില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ശരി, അപ്പോൾ ആദ്യമായിട്ട് ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ടദേവതയെ തിരഞ്ഞെടുക്കുക. ശ്രീമൻ നാരായണനാണെങ്കിൽ ഭഗവാൻ, ലക്ഷ്മി ദേവിയാണെങ്കിൽ ഭഗവതി. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പക്ഷേ നിങ്ങളിവിടെ ഭഗവാനെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ, അതായത് നിങ്ങളുടെ ഇഷ്ടമൂർത്തിയായിട്ട് ഭഗവാനെയാണ് ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ, നിങ്ങൾ ഏത് പേരുപയോഗിച്ചാണ് ഭഗവാനെ നിത്യവും വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആ നാമം കമൻറ്റ് ബോക്സിൽ ദയവായി രേഖപ്പെടുത്തുക. കാരണം ഇത് ന്യൂമറോളജിയുടെ ഒരു ഭാഗമാണ്. അതിൻ്റെ നേട്ടം നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഭഗവതിയുടെയും. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഇഷ്ടദേവത ഇതിൽ ആരോ ആ ദേവതയെ നന്നായി മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നടന്നു കിട്ടേണ്ട ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, സങ്കടങ്ങൾ അതെന്താണ് അത് മനസ്സിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാവുന്നതാണ്. ഒരു പക്ഷേ ഇതൊന്നുമല്ല, ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ ആ മഹാപ്രതിസന്ധി അല്ലെങ്കിൽ ആ വലിയ തടസ്സങ്ങൾ ഉടനെ അത് മാറ്റി തന്ന് അനുഗ്രഹിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാവുന്നതാണ്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ഉദ്ദിഷ്ട കാര്യം അത് നടന്നു കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായി ഭഗവതിയെ അല്ലെങ്കിൽ ഭഗവാനെയോ മനസ്സിൽ നന്നായി പ്രാർത്ഥിക്കുക. ഇനി അടുത്തത് ഒരു മന്ത്രം ജപിക്കണം. വിഷ്ണു ഭഗവാനെയാണ് നിങ്ങൾ ഇഷ്ടമൂർത്തിയായിട്ട് തിരഞ്ഞെടുത്തതെങ്കിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. ഭഗവതിയെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതെങ്കിൽ ഓം ശ്രീം മഹാലക്ഷ്മിയെ സ്വാഹ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. ഏത് മൂർത്തിയുടെ മന്ത്രമാണോ നിങ്ങളിവിടെ തിരഞ്ഞെടുത്തത് ആ മന്ത്രം 3 പ്രാവശ്യം പ്രസ്തുത മൂർത്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ആവർത്തിച്ച് ജപിക്കേണ്ടതാണ്. അങ്ങനെ ജപിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ നടന്നു കിട്ടേണ്ട കാര്യവും നിങ്ങൾ ജപിച്ച മന്ത്രവും തമ്മിൽ ഒന്നായി ചേരുന്നതാണ്. ഇപ്പോൾ ഈ സമയം കൊണ്ട് നിങ്ങൾ 3 പ്രാവശ്യം മന്ത്രം മനസ്സിൽ ജപിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇനി അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിൽ മുറുകെ പിടിച്ചിട്ടുള്ള ആ കാര്യം എപ്പോൾ നടന്നു കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ലേ എന്നറിഞ്ഞാൽ മാത്രം മതി. അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലക്ഷ്മി നാരായണ ചക്രം ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ റിസൾട്ട് വളരെ കൃത്യമായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി ആവർത്തിച്ച് പറയുന്നു. ഇത് ആദ്യത്തെ പ്രാവശ്യം ശരിയായ രീതിയിൽ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി ഇത് ചെയ്തവരാണെങ്കിൽ ഒന്നുകൂടി ചെയ്തു എന്ന് വെച്ചിട്ട് യാതൊരുവിധ ദോഷവുമില്ല. അത് വളരെ നല്ലതാണ്. സ്റ്റെപ്പ് 1 തൊട്ട് തന്നെ പറയാം. ആദ്യം നടന്നു കിട്ടേണ്ട കാര്യം നന്നായി മനസ്സിൽ സ്മരിക്കുക. 1, 2, 3 എത്രയാണ് നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട കാര്യങ്ങൾ അതെല്ലാം നന്നായി ഓർത്തെടുത്തു എന്ന് കരുതുന്നു. എന്നിട്ട് ഈ ഫോട്ടോയിലേക്ക് നോക്കി വിഷ്ണു ഭഗവാനാണ് നിങ്ങളുടെ ഇഷ്ടദൈവമെങ്കിൽ ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. ഭഗവതിയാണ് നിങ്ങളുടെ ഇഷ്ടദൈവമെങ്കിൽ ഓം ശ്രീം മഹാലക്ഷ്മിയെ സ്വാഹ എന്ന് ജപിക്കുക. ഇപ്പോൾ നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ കൂട്ടത്തിൽ ജപിച്ചു തരാം. ഓം നമോ നാരായണായ,
ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീം മഹാലക്ഷ്മിയേ സ്വാഹ. ഓം ശ്രീം മഹാലക്ഷ്മിയേ സ്വാഹ. ഓം ശ്രീം മഹാലക്ഷ്മിയേ സ്വാഹ. ഇത്രയും മതി. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം മന്ത്രവുമായി ഒന്നായി സംയോജിച്ചിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, എന്നിട്ട് അതുപോലെ തന്നെ ചെയ്യുക. ഇവിടെ ഇപ്പോൾ 2, 4, 6, 8 ഏറ്റവും നടുക്കായിട്ട് 0 ഇങ്ങനെ 5 അക്കങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരക്കമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിനുവേണ്ടി ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്പുകൾ കൃത്യമായി ചെയ്യുക. കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ദേവതയോട് എന്നെ രക്ഷിക്കണേ, ആഗ്രഹ സാഫല്യം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണ് തുറന്ന് ആദ്യം കാണുന്ന ഏത് നമ്പറാണോ അത് മനസ്സിൽ ഉറപ്പിക്കുക. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കണ്ണടച്ച് പ്രാർത്ഥിച്ച് കണ്ണ് തുറന്ന് ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഇഷ്ട നമ്പർ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇനി ആ 5 നമ്പറുകളും ഓരോന്നോരോന്നായി തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ട് ഫലം പറയാൻ പോവുകയാണ്. ഏറ്റവും ആദ്യം നമ്പർ 2 തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ആധി അല്ലെങ്കിൽ അസ്വസ്ഥത ഇന്നേക്ക് 9 ദിവസത്തിനുള്ളിൽ മാറിക്കിട്ടുന്നതാണ്. അങ്ങനെ ആ അസ്വസ്ഥത മാറിക്കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ, ആ കാര്യം പരിപൂർണമായി നടന്നു കിട്ടുകയും കൂടി വേണം. അതിനൊരു ശാശ്വത പരിഹാരം 9 മുതൽ 41 ദിവസത്തിനുള്ളിൽ നിങ്ങളെ തേടി വരുന്നതാണ്. അത് മക്കളെക്കുറിച്ചുള്ള ബുദ്ധിമുട്ട്, ഭർത്താവിനെക്കുറിച്ചുള്ള ബുദ്ധിമുട്ട്, കുടുംബം, സാമ്പത്തികം, രോഗങ്ങൾ, ഈ പറഞ്ഞവയിൽ ഒന്നാണ്. അതിന് ശാശ്വത പരിഹാരം 9 മുതൽ 41 ദിവസത്തിനുള്ളിൽ വന്നു ചേരുന്നതാണ്. അടുത്തത് നമ്പർ 4 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എങ്ങനെ ഞാൻ ഇത്രയും വലിയൊരു തുക കണ്ടെത്തും, അല്ലെങ്കിൽ ഇനി എനിക്കൊരു വഴിയുമില്ലല്ലോ എന്ന് വിഷമിച്ച് ദുഃഖിച്ചിരുന്നവർക്ക് തീർച്ചയായും ഭഗവാൻ അതിനൊരു വഴി കാണിച്ചു തരുന്നതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറാൻ പോവുകയുമാണ്. ഇതിവിടെ ലക്ഷ്മി നാരായണ ചക്രത്തിൻ്റെ ദൃഷ്ടിഗോചരത്തിൽ വ്യക്തമായി തന്നെ കാണുന്നത് ലോൺ, ചിട്ടി അല്ലെങ്കിൽ അതുപോലുള്ള ധനമിടപാടുകൾ നിങ്ങൾക്ക് അനുകൂലമായി വരുമെന്നാണ്. അതുപോലെ കുട്ടികളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം ഇവയിൽ ഏതാണോ നിങ്ങൾക്ക് അനുകൂലമാകേണ്ടത് അത് അനുകൂലമായി വരും എന്നാണ് കാണുന്നത്. അടുത്തത് നമ്പർ 6 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. രോഗം മൂലം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് അതിൽ നിന്നും ഉടനെ മോചനം ലഭിക്കുവാൻ പോവുകയാണ്. ആ ഒരു പക്ഷേ ശാസ്ത്രക്രിയ ചെയ്യേണ്ടി വരുമെന്ന ഘട്ടത്തിൽ നിന്നവർക്ക് അത് മരുന്നുകൊണ്ട് ഭേദമാകുമെന്ന ആ ഒരു അവസ്ഥ ഉടനെ സംജാതമാകുന്നതാണ്. ഇതിൽ തന്നെ കടം കൊടുത്തിട്ട് അത് തിരികെ ലഭിക്കാതെ മനോവിഷമം കൊണ്ട് നടന്നിരുന്ന ആളുകൾക്കെല്ലാം അതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉടനെ വന്നു കിട്ടുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ നിന്നും കടം മേടിച്ചവർ തിരികെ ആ പണം നിങ്ങൾക്ക് കൊണ്ടുവന്നു തരുന്നതാണ്. ഇതിൽ സാമ്പത്തികമായിട്ട് വളരെ അത്യാവശ്യ ധനം വേണമെന്ന് ചിന്തിച്ച് ബുദ്ധിമുട്ടിയിരുന്ന ആളുകൾക്ക് ലക്ഷ്മി നാരായണ ചക്രത്തിൻ്റെ ചൈതന്യ വരപ്രസാദമായി എവിടെ നിന്നോ ഒരു സുഹൃത്ത് സഹായം എന്ന പോലെ നിങ്ങളെ ധനം തേടി വരുന്നതാണ്. അങ്ങനെ ഒരു സഹായഹസ്തം ഇവിടെ ലക്ഷ്മി നാരായണ ചക്രത്തിൽ വ്യക്തമായി തന്നെ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വടക്കു ഭാഗത്തു നിന്നോ ആകാനാണ് സാധ്യത. അങ്ങനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്തത് നമ്പർ 8 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയാൻ പോകുന്നത്. ചില നഷ്ടങ്ങൾ വന്നു തോർത്ത് നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതുടനെ ഭാഗ്യത്തിൻ്റെ രൂപത്തിൽ കലാശിക്കുന്നതാണ്. ഈ നഷ്ടം നിങ്ങൾക്ക് പല രീതിയിലാകാം. ധനനഷ്ടമാകാം, നല്ലൊരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടതാകാം, ഒരു പ്രണയ പങ്കാളിയെ നഷ്ടപ്പെട്ടതാകാം, അല്ലെങ്കിൽ താൽക്കാലികമായി പിരിഞ്ഞിരുന്ന ഭാര്യ ഭർത്താക്കന്മാരാകാം. ഇത് ഏതു തന്നെയാണെങ്കിലും ഉടനെ തന്നെ ഭാഗ്യം നിങ്ങൾക്ക് ആ നഷ്ടം നികത്തി തരുന്നതാണ്. 7 മുതൽ 41 ദിവസത്തിനകം ഇത് പൂർത്തിയാകുമെന്നാണ് ലക്ഷ്മി നാരായണ ചക്രത്തിൻ്റെ ദൃഷ്ടിയിൽ പറയാൻ സാധിക്കുന്നത്. ഇതിൽപ്പെട്ട ആളുകൾക്ക് ഒന്നുകൂടി പറയാനുണ്ട്. ജോലി സ്ഥലത്തോ കുടുംബത്തിലോ സമൂഹത്തിലോ മാസങ്ങളായിട്ട് സ്വരച്ചേർച്ച കുറവ് മൂലം അകന്നു നിന്ന ആളുകൾ ഉടനെ വഴക്കുപേക്ഷിച്ച് സൗഹൃദം പങ്കിടുന്നതാണ്. ആ രീതിയിലും ഒരു ഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. അതായത് ഈ 8ാം നമ്പർ ഭാഗ്യ നമ്പറായിട്ട് തിരഞ്ഞെടുത്ത ആളുകൾക്ക്. അടുത്തത് 0 തിരഞ്ഞെടുത്ത ആളുകൾക്കാണ് പറയുന്നത്. നിങ്ങൾക്ക് സാക്ഷാൽ ലക്ഷ്മി നാരായണ സമ്പന്ന സൗഭാഗ്യയോഗം കൈവരാൻ പോവുകയാണ്.
അതായത് ഏറ്റവും താഴത്തെ തട്ടിലായിരുന്ന നിങ്ങളുടെ ജീവിത നിലവാരം അത്രയും താഴേക്ക് പോയി അത് ഉടനെ ആ 0-ൽ നിന്നും മേൽപോട്ട് ഉയർന്നു വരാൻ പോവുകയാണ്. 21 ദിവസം കഴിഞ്ഞ് 71 ദിവസത്തിനുള്ളിൽ ഇത് സംഭവിക്കുന്നതാണ്. പല സ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുന്നതാണ്. ഒരു ജോലിക്കായി അന്വേഷിച്ചലഞ്ഞവർക്ക് ജോലി ലഭിക്കും. വിവാഹം നടക്കാൻ കാലതാമസം ഉണ്ടായവർക്ക് വിവാഹം നടക്കും. അങ്ങനെ സർവ്വ കാര്യങ്ങളും നിങ്ങളുടെ അഭിവൃദ്ധി പ്രാപിക്കുന്നതാണ്. അതായത് ഈ 0 നിങ്ങൾ തിരഞ്ഞെടുത്തതിൽ നിന്നും ഒരു രാജതുല്യ ജീവിതം നിങ്ങൾ നയിക്കുമെന്നാണ് ശാസ്ത്രീയമായി പറയാൻ സാധിക്കുക. അതായത് ലക്ഷ്മി നാരായണ ചക്രത്തിൻ്റെ ദൃഷ്ടിഗോചരമായി പറയാൻ സാധിക്കുന്നത്. ഇനി ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത്, ഈ 5 അക്ക നമ്പറിൽ നിങ്ങൾ ഏത് നമ്പർ തിരഞ്ഞെടുത്തവരാണെങ്കിലും ശരി, നിങ്ങൾ ഈ പറഞ്ഞ 2 മന്ത്രങ്ങൾ, അതായത് ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം ശ്രീ മഹാലക്ഷ്മിയെ സ്വാഹ, ഈ 2 മന്ത്രങ്ങളിൽ ഏതാണോ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ജപിച്ചത് ആ മന്ത്രം എല്ലാ ദിവസവും വൈകിട്ട് സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ പുലർച്ചെയോ നിങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് ജപിക്കാവുന്നതാണ്. കുറഞ്ഞത് 9 ദിവസം, കഴിയുമെങ്കിൽ ഒരു മണ്ഡലകാലം, അതായത് 41 ദിവസം ജപിക്കാവുന്നതാണ്. എത്ര ദിവസം ജപിക്കുന്നുവോ അത്രയധികം അത് നിങ്ങളുടെ ഭാഗ്യത്തിന് മാറ്റുകൂട്ടാൻ കൂടുതൽ ഉപകാരപ്പെടുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് മറ്റ് സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.